വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായി. അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇന്ന് സൗത്ത് ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ തലസ്ഥാനം നോക്കിയാൽ അതിന് വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നിൽക്കുന്ന സത്യാവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നവരാണ്. നമ്മളിന്ന് LDF അല്ലെങ്കിൽ UDF വോട്ട് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ ഏതാണ്ട് അരനൂറ്റാണ്ട് കാലമായി ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ഈ ആളുകൾക്ക് ഇനി പുതിയ ഒരു വാക്ക്, അതല്ലെങ്കിൽ പുതിയ ഒരു മാനിഫെസ്റ്റോ, ഇലക്ഷൻ മാനിഫെസ്റ്റോ മുമ്പിലോട്ട് വെച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷക്കാലമായി പുതിയ NDA സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളും നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റായി വളരുന്ന സാമ്പത്തിക ശക്തിയായി, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല നമ്മുടെ മിലിറ്ററി ശക്തിയായി, അതല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഓരോ ദിവസവും ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ ഒരു നേട്ടമാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അതിനോടൊപ്പം കേരളവും വളരണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വരാൻ വേണ്ടി പോകുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ പറയുന്ന തിരുവനന്തപുരം നമ്മൾ പിടിച്ചാൽ കേരളം പിടിക്കുന്നതിന് തുല്യമാണെന്നുള്ള സത്യാവസ്ഥ മനസ്സിലായിക്കൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള സമയമാണ്. സംസാരത്തിനുള്ള സമയമല്ല. നമുക്ക് വെറും 2-3 ആഴ്ചക്കാലം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ, NDAയുടെ സ്ഥാനാർത്ഥികൾ വിവിധ ചിഹ്നങ്ങളിൽ മത്സരിക്കുന്ന എല്ലാവരെയും ജയിപ്പിക്കുവാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടെ എന്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.